ഞങ്ങളിന്ന് മാക്രോണി പായസം ഉണ്ടാക്കാൻ പോവാണ്. 2 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ മാക്രോണി, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, നെയ്യ്, പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്. ഒന്ന് നമ്മൾ വേവിച്ചെടുക്കണം. അതിന് ഇത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഗോൾഡ് വിന്നർ ഒഴിച്ചു കൊടുക്കണം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഗോൾഡ് വിന്നർ ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ തിളപ്പിക്കാൻ വയ്ക്കണം. ഒന്ന് വേവിക്കണം. ഇതൊന്ന് വേകട്ടെ. മാക്രോണി വെന്തിട്ടുണ്ട്. വെന്തിട്ട് അതിനെ ഊറ്റി കഴുകി വെച്ചേക്കുക. ഇനി അടുത്ത് അതിൽ ഇടാൻ വേണ്ടി ചവ്വരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെന്തിട്ട് ഒരുമിച്ചെടുക്കും. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചവ്വരി ചേർക്കാം. ചവ്വരി വേവിച്ച് വെച്ചതാണ്. പാല് തിളച്ചു. നമ്മൾ ചവ്വരി ഇട്ട് പിന്നെ ശകലം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങളെ ആവശ്യത്തിന് ചേർക്കാം. ഞങ്ങളെ ആവശ്യത്തിന് മധുരം കുറച്ച് മതി, അതുകൊണ്ടാണ് കുറച്ച്. ഇത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് അതൊന്ന് കുറുകണം. ചവ്വരിയും മാക്രോണിയൊക്കെ കൂടെ ഒന്ന് കുറുകണം. അങ്ങനെ നമ്മളെ പായസം കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് അതിൽ വറുത്തിട്ടതേ ഉള്ളൂ, പിന്നെ ഇട്ടില്ലായിരുന്നു. കുറച്ചും കൂടി നെയ്യും കൂടി ഇട്ടു. ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ടാണ് നെയ്യ് കട്ടയായിട്ടിരിക്കുന്നത്. ഇതിൽ ചൂടാകുമ്പോൾ മെൽറ്റ് ആയിക്കോളും.